എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കെ ബാലൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമുക്കറിയാം. ഈ മാസപ്പടി വിവാദം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ബാലൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ബാലൻ്റെ എത്ര പ്രസ്താവനകൾ നോക്കിക്കോളൂ. ഏത് വിഷയം വരുമ്പോഴും ബാലനോട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ പോലും പുള്ളി പാർട്ടിയുടെ സ്വയം പ്രഖ്യാപിത വക്താവായി രംഗത്ത് വന്ന് ആ വിഷയം വിശദീകരിക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തെ കുഴപ്പമില്ല. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ വാപ്പിലായി. അതുപോലെ കുഴപ്പത്തിലാക്കിയ ഒരാളെ നമുക്കറിയാം. ഈ കെന്നഡി കരിമ്പുകാലെ കണ്ടില്ലേ? കരിമ്പുകാലയെ കുറിച്ച് ഈ ചർച്ചയിൽ പറയുന്നത് ശരിയില്ലെങ്കിൽ പുതിയ പാരയായിരിക്കും. അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുഴപ്പത്തിലായ സമയത്ത് കർദിനാളിൻ്റെ വക്താവായിട്ട് സ്വയം അവതരിച്ച് എല്ലാ ചാനലിലും വന്ന് കർദിനാളിനെ ന്യായീകരിച്ച് പുള്ളി ഒരു വഴിക്കാക്കിയത് ഈ കരിമ്പുകാലയാണ്. CPM ഒരു കരിമ്പുകാലയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ബാലൻ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സത്യമാണ്. ബാലൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് കഴിഞ്ഞ തവണ നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല. അന്ന് മുതൽക്ക് ബാലൻ വളരെ സങ്കടത്തിലാണ്. ഐസക്കിൻ്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഈ സീറ്റ് കിട്ടാത്ത എല്ലാ ആൾക്കാർക്കും ഉള്ളുകൊണ്ട് പിണറായി വിജയനോട് വലിയ വിരോധമുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ സർക്കാരിനോട് വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ കൊള്ളരായ്മ കാണിക്കുന്ന ആളുകളെയൊക്കെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ മാസപ്പടി വിവാദം വരുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കാതെ തന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന വലിയ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കുകയാണ്. ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മാധ്യമപ്രവർത്തകർ ബാലനോട് ചോദിക്കുന്നു, ബാലൻ മുഖ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കത്തിലുള്ള ഉത്തരങ്ങൾ പറയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കൃഷ്ണദാസിന്റെ വിഷമം. കൃഷ്ണദാസ് എത്രയോ കൊല്ലം BS-ന്റെ ആളായി ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയിൽ ഒന്നുമല്ലാതെ അദ്ദേഹത്തിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. പിന്നൊരു പ്രാവശ്യം പാലക്കാട്ട് മത്സരിച്ച് അദ്ദേഹം 3ാം സ്ഥാനത്തായിപ്പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമില്ല. കൃഷ്ണദാസിന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മേൽവിലാസം. ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. തോമസ് ഐസക് ആണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ധൈര്യമായിട്ട് തോറ്റു. അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് അവിടെ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷമമാണ് അദ്ദേഹം SFIയെ ന്യായീകരിക്കുന്നതിലൂടെ പറയുന്നത്. SFIയിൽ അത്ര വലിയ വിപ്ലവ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല തോമസ് ഐസക്. ഈ ബിനോയ് വിശ്വം റഷ്യക്ക് പോയ സമയത്ത് ഇത് അമേരിക്കക്കാണ് പോയത്. അത്രേ അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി. ബിനോയ് വിശ്വം സത്യത്തിൽ ശുദ്ധഗതിക്കാരനായതുകൊണ്ടാണ് SFIക്കാരെ ഗുണദോഷിച്ച് നന്നാക്കാൻ തീരുമാനിച്ചത്. ഈ വെട്ടാൻ പറഞ്ഞ പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ട്? ഈ ബിനോയ് വിശ്വം വിദ്യാർത്ഥി പ്രവർത്തകരായിരുന്ന കാലത്ത് അതിന് തത്തുല്യമായ നിലയിൽ SFIയിൽ പ്രവർത്തിച്ചിരുന്ന AK ബാലനെ പോലെയുള്ളവരായിരുന്നു. പിന്നീട് CP ജോൺ, സുരേഷ് കുറുപ്പ് മുതലായവരായിരുന്നു. അത് കഴിഞ്ഞ് ജെയിംസ് മാത്യു, മത്തായി ചാക്കോ മുതലായവരായിരുന്നു. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ബിനോയ് വിശ്വം വിചാരിക്കുന്നത് ഇപ്പോഴും മത്തായി ചാക്കോയെ പോലെ അല്ലെങ്കിൽ ജെയിംസ് മാത്യുവിനെ പോലെ CP ജോണിനെ പോലെ സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരാൾ SFIയുടെ നേതാക്കന്മാരെന്നാണ്. അതൊക്കെ പോയി ബിനോയ് വിശ്വത്തിന് ഈ നാട്ടിലുണ്ടായി മാറ്റം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആർഷോയെ പോലെയുള്ള, അനുശ്രീയെ പോലെയുള്ള, ഈ നേരത്തെ കണ്ട ഹസൻ മുബാരക്കിനെ പോലുള്ളവരാണ്. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. അവരെ നേതാക്കന്മാരായിരിക്കുന്നത് ഇതുപോലത്തെ ഗുണദോഷമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരോട് ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ അവർ കേൾക്കില്ല. സത്യത്തിൽ ഈ വിഷയമല്ല, ഇതുപോലെ പല വിഷയങ്ങൾ ക്രമാതീതമായ രീതിയിൽ വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ സുഹൃത്ത് ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷം ഇതുപോലെയുള്ള പല അക്രമങ്ങളും നടക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അവരും ഭർത്താവ് കൂടി KSRTC ബസ് തടഞ്ഞ് നാട്ടുകാരെ വഴിയിലിറക്കി വിട്ടു. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. അത് ന്യായീകരിച്ച് വഷളാക്കിയത് ഗോവിന്ദൻ മാഷല്ലേ. നേരെ മറിച്ച് അദ്ദേഹം വ്യക്തമായൊരു നിലപാടെടുത്തു. ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ ദേവിന്റെ പെരുമാറ്റം അനുചിതമായി പോയി. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? അത് പാർട്ടി പരിശോധിക്കും. KSRTC ഡ്രൈവർ വല്ല കുടറായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. നടു റോഡിൽ വണ്ടി തടയുകയല്ല ചെയ്യേണ്ടത്. ഉത്തരവാദിത്തമുള്ളൊരു MLA അല്ലെങ്കിൽ നഗര മാതാവായിട്ടുള്ള മേയർ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് റോഡിൽ വഴി തടഞ്ഞത് ശരിയല്ല. പോട്ടെ, യാത്രക്കാരെ ഇറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് ഫലം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. മേയറുടെ പ്രവർത്തനം അനുചിതമായി പോയി. അവരുടെ പല പ്രവൃത്തികളും ശരിയല്ല.
എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. ഇതൊക്കെ ആ സമയത്ത് പറയേണ്ട സമയത്ത് തീരുമാനിക്കണം. ഇപ്പൊ കൊയിലാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തെ ഒരാൾക്ക് ന്യായീകരിക്കാൻ പിന്നെ എന്ത് പറയാൻ? കേരള സംസ്ഥാനത്ത് ഒരാൾക്ക് മൂക്ക് താഴോട്ടുള്ള ഒരാൾ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഒരു പ്രിൻസിപ്പളിനെ കുറിച്ച് നടത്തിയ പ്രസംഗം അയാള് മുട്ടുകാലിൽ തല്ലി പിടിക്കോ, രണ്ട് കാലിൽ നടക്കാൻ അനുവദിക്കോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇത് പൊതുമാധ്യമത്തിൽ വന്നു. ആ സംഘടനയ്ക്ക് മൊത്തത്തിൽ അവമാനമല്ലേ? എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ആവുക. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിനെ ന്യായീകരിക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള നേതാവല്ലേ? അത് മാത്രമല്ല, ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ട് കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഇത്ര വലിയ തിരിച്ചടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. തിരിച്ചടിക്ക് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന്, UDF 18 സീറ്റിൽ ജയിച്ചു എന്നത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ ഈ സംശയം. പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ, കായംകുളത്ത്, അമ്പലപ്പുഴയിൽ, അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ പോലെയുള്ള പ്രദേശങ്ങളിൽ പോട്ടെ, ഈ ധർമ്മടത്ത്, മട്ടന്നൂർ അടക്കം നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. വിട്ടുപോയിട്ടില്ല. എവിടേക്കാണെന്നറിയാമോ? CPM-ന്റെ വോട്ടിൽ കുറവുണ്ടായിട്ടുള്ളത് BJP-യുടെ വർധനവിലേക്കാണ്. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? UDF-ന്റെ വർധനയല്ല. UDF ജയിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രീയമായിട്ട് പലപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു എഡ്ജ് ഉണ്ടാവാറുണ്ട്. നവകേരള യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ പോലും UDF 15 സീറ്റ് അല്ലെങ്കിൽ 16 സീറ്റ് ജയിക്കുവാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടത്. അത്ര വലിയ പരാജയം ഉണ്ടാകുമ്പോൾ കാണേണ്ട കാഴ്ച BJP-യുടെ വോട്ട് കൂടി എന്നുള്ളതല്ല, ഏതേത് ബൂത്തുകളിൽ കൂടി, ഏതേത് മണ്ഡലങ്ങളിൽ കൂടി, ഏതേത് വാർഡുകളിൽ കൂടി എന്ന് പരിശോധിക്കണം. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. തൃശ്ശൂർ മണ്ഡലം നമ്മൾ പോയി കഴിഞ്ഞാൽ 1,50,000 1,60,000 വോട്ട് BJP-ക്ക് വർദ്ധിച്ചു. ഈ വർദ്ധിച്ചതിൽ ഒരു 30,000 വോട്ട് UDF-ൽ നിന്ന് പോയി. 1,10,000 വോട്ട് പോയത് ഇടതുപക്ഷത്തു നിന്നാണ്. അതിൽ തന്നെ CPM-ന് വലിയ ശക്തിയുള്ള പ്രദേശങ്ങൾ. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. CPM അല്ലെങ്കിൽ ഇടതു മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിൽ വോട്ട് പോയിട്ടുണ്ട്. വോട്ട് പോയത് മുഴുവൻ BJP-യിലേക്കാണ്. ഇത് തൃശ്ശൂർ മാത്രം സംഭവമല്ല, മിക്കവാറും എല്ലാ സ്ഥലത്തും. കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്, വടകരയിൽ സംഭവിച്ചു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഈ ഒരു വലിയ വിഷയം, ഇത്ര വലിയൊരു വിപത്ത് പാർട്ടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് യെച്ചൂരി എന്താ പറയുന്നത്? SNDP നേതൃത്വത്തിൽ RSSകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത്ര കാലം ഇവർ എവിടെയായിരുന്നു? ഈ SNDP നേതാവിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് എടുക്കലില്ല, നവോത്ഥാന നായകനായിട്ട് വെച്ചുകൊണ്ട്. മാത്രമല്ല, യെച്ചൂരിയുടെ വർത്തമാനം കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കാം? ഈഴവ സമുദായത്തിൽ ജനിച്ച എല്ലാ ആൾക്കാരും 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ CPM-ന് മാത്രം വോട്ട് ചെയ്യാവൂ, ഇടതുമുന്നണിക്ക് മാത്രം വോട്ട് ചെയ്യാവുന്ന SNDP യോഗത്തിൻ്റെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബൈലോയിൽ എഴുതി വെച്ചിട്ടില്ല. 18 വയസ്സ് പൂർത്തീകരിക്കുന്ന എല്ലാ ഈഴവനും അന്ന് മുതൽക്ക് ഇപ്സോ ഫാക്ട് അയാൾ CPM-ലെ ഒരു അംഗമോ അല്ലെങ്കിൽ അനുഭാവിയോ സഹയാത്രികനോ ആയി മാറിയേ തീരൂ, മാറണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.